പ്രാപ്പോയിൽ വയനാട്ടുകുലവൻ ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം 28 മുതൽ ഏപ്രിൽ 2 വരെയുള്ള ദിവസങ്ങളിൽ വിപുലമായി ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28 വൈകുന്നേരം ആചാര്യവരണം, രാത്രി 8:30 നൃത്തസന്ധ്യ, 10 ഫ്യൂഷൻ തിരുവാതിര, 29 രാവിലെ വിവിധ പൂജകൾക്ക് ശേഷം 12:30 അന്നദാനം, രാത്രി 9:30 അഹം ഫോക്ക് ബാൻഡ് കണ്ണൂർ അവതരിപ്പിക്കുന്ന കാഹളം, 30 രാവിലെ 4 വിവിധ പൂജകൾ, ഉച്ചയ്ക്ക് 12:30 അന്നദാനം, രാത്രി 7 കൈകൊട്ടിക്കളി മത്സരം, ഏപ്രിൽ 1 രാവിലെ 10 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, വൈകുന്നേരം 7 വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റം പുറപ്പാട്, രാത്രി 8 കാഴ്ച, 10 വയലിൻ ഫ്യൂഷൻ, ഏപ്രിൽ 2 പുലർച്ചെ 3 മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. പ്രാപ്പോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയേഷ്, വൈസ് പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണൻ, ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ കുമാരൻ, കൺവീനർ ഓമനക്കുട്ടൻ, ക്ഷേത്രം മാതൃസമിതിയുടെ സെക്രട്ടറി രൂപ, ക്ഷേത്രം കമ്മിറ്റി അംഗമായ ശ്രീ പി ദാമോദരൻ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇന്നിങ്ങനൊരു പത്രസമ്മേളനമാണ് പ്രാപ്പോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ ഈ വരുന്ന 28, 29, 30 ഏപ്രിൽ മാസം 1, 2 തീയതികളിലായി പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. 1998 ദേവപ്രതിഷ്ഠ നടത്തിയ ഈ ദേവാലയത്തിൽ 2023 നാഗപ്രതിഷ്ഠയും നടത്തി ക്ഷേത്ര ആരാധന നടത്തി വരികയാണ്. അതിനു മുമ്പായി 75 വർഷത്തിന് മുമ്പ് പ്രാപ്പോയിൽ ഭണ്ഡാരപ്പുര എന്ന് അറിയപ്പെടുന്ന ഈ ദേവാലയം അതിൻ്റെ പ്രവർത്തന കാലയളവിൽ പ്രാപ്പു ഇന്ന് കണ്ണൂർ ജില്ലയിൽ തലയുയർത്തി നിൽക്കുന്ന പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ചത് തന്നെ പ്രാപ്പോയിൽ ഭണ്ഡാരപ്പുരയിൽ നിന്നാണ്. അത് പുരോഗമിച്ച് LP സ്കൂളായും 1980 വരെ പ്രാപ്പോയിൽ ന്യൂ UP സ്കൂളിൻ്റെ നിയന്ത്രണം ഈ ക്ഷേത്രത്തിനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം സർക്കാരിലേക്ക് വിട്ടു നൽകുകയായിരുന്നു. അങ്ങനെ വർഷങ്ങളായി ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അക്ഷരാഭ്യാസം നടത്തുന്നതിന് വേണ്ടിയും അതുവഴി ഈ നാടിൻ്റെ സമഗ്രമായ പുരോഗതിക്കും തുടക്കമിട്ട ഒരു ദേവാലയം എന്ന നിലയിൽ ഈ പ്രദേശത്തുള്ള ജാതി, മത, രാഷ്ട്രീയ മറ്റ് വർഗങ്ങൾക്കും അതീതമായ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് ഈ ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടാറുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ അടുത്ത പള്ളികളിൽ നിന്നും അന്നദാനമായും മറ്റും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ വിളനിലം കൂടിയാണ് പ്രാപ്പോയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഈ പ്രദേശത്തൊരു മഹോത്സവമായി കൊണ്ടാടാൻ മുഴുവൻ ആളുകളും സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 1998 പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രം ഭണ്ഡാരപ്പുരയിൽ നിന്നും ക്ഷേത്രമായി മാറുകയും പിന്നീടുള്ള വർഷങ്ങളായതിനു ശേഷം കഴിഞ്ഞ 2024 നവംബർ മാസത്തിൽ ക്ഷേത്രത്തിൽ വച്ച് നടന്ന അഷ്ടമംഗല്യ പ്രശ്ന വിധി പ്രകാരം ജീർണാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ശ്രീകോവിലിൻ്റെയും മറ്റും കട്ടിളകൾ മാറ്റി കല്ലിൻ്റെ കട്ടിള വെക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലം കൃഷ്ണശില കൊണ്ട് പാകുകയും മറ്റും വേണമെന്ന് ജ്യോതിഷത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പുനഃപ്രതിഷ്ഠ
മഹോത്സവ പ്രതിഷ്ഠയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. 2025 ഏപ്രിൽ മാസം 20-ന് ചേർന്ന 20-ന് ചാർജ് എടുത്തിട്ടുള്ള ഈ നിലവിലുള്ള കമ്മിറ്റി ഇതിൻ്റെ പ്രവർത്തനം പുനഃപ്രതിഷ്ഠാ പ്രവർത്തനം ഏറ്റെടുക്കുകയും 18 മാസത്തെ കാലയളവിനുള്ളിൽ അത് തീർക്കണമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സ്പീഡായി നമ്മളിതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇപ്പോൾ പ്രതിഷ്ഠയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. അതുപ്രകാരം ഈ വരുന്ന 28-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി ബ്രഹ്മശ്രീ കാലഘാട്ടിലെത്ത് ഉപസൂനം തിരുമുമ്പ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തെ ആചാരപൂർവം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് ആദ്യത്തെ ചടങ്ങ് നമുക്കിവിടെ വണ്ണാരപ്പുര എന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയതായി വണ്ണാരപ്പുര നമ്മൾ എടുത്തു. ആ വണ്ണാരപ്പുരയുടെ സമർപ്പണ ചടങ്ങാണ് ആദ്യമായി ഉള്ളത്. അതിനുശേഷം ആചാര്യഭരണം, തുടർന്നങ്ങോട്ട് താന്ത്രിക കർമ്മങ്ങളും മറ്റും നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠാ പ്രവർത്തനം അല്ലെങ്കിൽ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അന്ന് രാത്രി ഈ പ്രദേശത്തെ മാതൃസമിതിയുടെയും മറ്റും കലാപരിപാടികൾ 28-ാം തീയതി രാത്രി 8:30-ന് നൃത്തസന്ധ്യ നാട്യാഞ്ജലി കലാക്ഷേത്രം പ്രാപ്പോയിലിൻ്റെ നൃത്തസന്ധ്യയും, തുടർന്ന് 9:30-ന് പ്രാദേശിക കലാപരിപാടികൾ, ഫ്യൂഷൻ തിരുവാതിര, മറ്റു പരിപാടികളും നടത്തപ്പെടുകയാണ്. 29-ാം തീയതി രാവിലെ ഗണപതി ഹോമം, മറ്റ് താന്ത്രിക കർമ്മങ്ങൾക്ക് ശേഷം 12:30-ന് അന്നദാനം. 2026 മാർച്ച് 30 തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ഗണപതി ഹോമവും, ഗണപതി ഹോമത്തിന് ശേഷം 9:09-നും 11:12 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പീഠപ്രതിഷ്ഠ നടക്കുകയാണ്. തുടർന്ന് അന്ന് വൈകുന്നേരം ദീപാരാധനയും തുടർന്ന് 9:30-ന് തുടർന്ന് രാത്രി 7 മണിക്ക് കൈകൊട്ടിക്കളി മത്സരം. ഈ പ്രദേശത്തെ പ്രഗത്ഭരായ ടീമിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൈകൊട്ടിക്കളി മത്സരം നടക്കും. തുടർന്ന് 31-ാം തീയതി പൂരമായതുകൊണ്ട് നമ്മൾ ക്ഷേത്രോത്സവങ്ങൾ നടത്താറില്ല. തുടർന്ന് പിന്നീട് ഏപ്രിൽ മാസം 1-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇതായി വാങ്ങിയ സ്ഥലത്ത് നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിക്കും. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഇവിടെ സമർപ്പിച്ചതിന് ശേഷം അക്ഷരശ്ലോക പാടിയോട്ടിച്ചാൽ അയ്യപ്പ ക്ഷേത്രം അക്ഷരശ്ലോക സമിതി നടത്തുന്ന അക്ഷരശ്ലോക സദസ്സ് ഉണ്ടായിരിക്കും. തുടർന്ന് 12 മണിക്ക് കൊടിയിലത്തോറ്റം, 2:30-ന് മുത്തപ്പൻ വെള്ളാട്ടം, വൈകുന്നേരം 6 മണിക്ക് ദീപാരാധന, 7 മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ തോറ്റംപുറപ്പാട്, രാത്രി 8 മണിക്ക് തിരുമുൽക്കാഴ്ച, രാത്രി 9 മണിക്ക് ആചാര വെടിക്കെട്ടതിന് ശേഷം രാത്രി 10 മണിക്ക് നീലിമംഗലം കലാസമിതി അവതരിപ്പിക്കുന്ന വയലിൻ ട്യൂഷൻ പരിപാടി അരങ്ങേറും. രാവിലെ ഏപ്രിൽ 2-ാം തീയതി രാവിലെ 3 മണി മുതൽ പൊട്ടൻ ദൈവം, കരിഞ്ചാമണ്ടി, കക്രഭഗവതി, നാട്ടുമൂർത്തി, വീരൻ ദൈവം, വയനാട്ടുകുലവൻ, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. ഉച്ചക്ക് 12 മണി മുതൽ അന്നദാനം, 2 മണിക്ക് തുലാഭാരം, അതുപോലെ തന്നെ 5 മണിക്ക് ആറാടിക്കൽ ചടങ്ങോടെ ക്ഷേത്ര ഉത്സവം സമാപിക്കുകയാണ്. ഈ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിൽ നിന്ന് മുഴുവൻ നാനാജാതി മതസ്ഥരിൽ നിന്നും ഉദാരമായ സംഭാവനകളും മറ്റും വാങ്ങിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനോട് അനുബന്ധിച്ച് അതിനോട് സഹകരിച്ചിട്ടുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളോടും നാട്ടുകാരോടും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളോടും മറ്റെല്ലാ വിധത്തിലും നമ്മൾ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥലം നമുക്കിവിടെ വണ്ണാരപ്പുരക്ക് സ്ഥലം നമുക്ക് നൽകിയിട്ടുള്ളത്
നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഉണ്ടയിൽ രാമൻ എന്ന് പറയുന്ന പഴയകാലത്ത് ഈ പ്രദേശത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലും എല്ലാ നിലയിലും അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. അവർക്കും അതുപോലെ തന്നെ എല്ലാവിധത്തിലും മറ്റ് സാമ്പത്തിക സഹായങ്ങളും മറ്റും തന്നിട്ടുള്ള മുഴുവൻ ആളുകളോടുമുള്ള നന്ദി പറയുന്നു. അതോടൊപ്പം അന്നേ ദിവസങ്ങളിൽ ഈ ഉത്സവ പരിപാടിയിലേക്ക് നാട്ടിലെ മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണിച്ചുകൊണ്ട് ഈ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളോടും നിങ്ങളെയും ക്ഷണിക്കുന്നു. ഈ പരിപാടിയെ സംബന്ധിച്ച മുഴുവൻ ആളുകളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ, നമ്മുടെ ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെയും നമ്മൾ 1 വർഷമായി നവീകരണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് സാധാരണഗതിയിൽ 2-3 വർഷം എടുത്തു വരുന്ന നവീകരണ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ, അതായത് സ്വർണ്ണ പ്രശ്നത്തിൽ കണ്ടതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്ന് ഇത് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം ഒരു 10 മാസം കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. അപ്പം അത് കണ്ട് നമ്മൾ ഈ അടുത്ത 28-ന് കലശാട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നു. 1-2 ദിവസങ്ങളിൽ തെയ്യം അത് നടക്കുകയാണ്. സാധാരണഗതിയിൽ കുംഭം 13-14 ദിവസങ്ങളിലാണ് ഇവിടെ തെയ്യം നടക്കാറ്. ഈ പ്രാവശ്യം മാത്രം കലശാട്ടുമായി ബന്ധപ്പെട്ട് കലശാട്ട് നടക്കേണ്ടതുള്ളതുകൊണ്ട് തെയ്യവും കൂടെ കുറച്ച് ഡിലേ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇനി വരും വർഷങ്ങളിൽ സാധാരണ പോലെ തന്നെ കുംഭം 13-14, അതായത് 12 സ്റ്റാർട്ട് ചെയ്ത് 12, 13, 14 എന്നുള്ള രീതിയിലാണ് സാധാരണ രീതിയിൽ തന്നെ നടത്തപ്പെടുക. അപ്പോൾ ഇതിൽ നാനാ ജാതി മതസ്ഥർ നമ്മളോട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരോടും ഇതിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ സന്തോഷവേളയിലും ഈ നമ്മുടെ ഈ ഉത്സവത്തിലും എല്ലാ ആൾക്കാരും പങ്കെടുത്തുകൊണ്ട് ഇത് നാടിൻ്റെ ഒരു മുഴുവൻ ഉത്സവമാക്കി മാറ്റിയെടുക്കണം എന്നതാണ് ഞാൻ പറയാനുള്ളത്. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ